നമസ്കാരം. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ വിസയുമായി ബന്ധപ്പെട്ടുണ്ടായ മാറ്റങ്ങൾ നാം കണ്ടതാണ്. അമേരിക്കൻ വിസ നയങ്ങളിൽ സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും ഒക്കെയാണ് വഴിവെച്ചത്. ട്രംപ് ഭരണകൂടം അധികാരമേറ്റതോടെ കൂടുതൽ കർശനമായ കുടിയേറ്റ നിയമങ്ങളാണ് അവിടെ നടപ്പാക്കി വരുന്നത്. ഇതിന്റെ തുടർച്ചയായി മറ്റ് വികസിത രാജ്യങ്ങളും തങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ കടുപ്പിക്കുകയാണ്. സ്വപ്നഭൂമിയായ കാനഡയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നു. എന്നാൽ മാറി വരുന്ന ആഗോള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കാനഡ തങ്ങളുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് 2026 വരുത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കുടിയേറ്റം ക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കർശന മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. കാനഡയിൽ എത്തുന്ന വിദ്യാർത്ഥികൾ അവിടുത്തെ നിയമവ്യവസ്ഥയുമായി എങ്ങനെ പൊരുത്തപ്പെടണമെന്നും പഠനത്തോടൊപ്പം ജോലി നേടുന്നതിനുള്ള കടമ്പകൾ എന്തൊക്കെയാണെന്നും കൃത്യമായി അറിഞ്ഞിരിക്കണം. ചട്ടങ്ങൾ ലംഘിക്കുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമല്ലാതാക്കും. പുതിയ അധ്യയന വർഷത്തിൽ കാനഡ ലക്ഷ്യമിടുന്നവർ ഈ വിവരങ്ങളെല്ലാം നിർബന്ധമായും അറിയുകയും പാലിക്കുകയും വേണം. 2026 കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ നിർദ്ദേശങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നിരവധി ഇന്ത്യക്കാരാണ് കാനഡയിൽ പഠനത്തിനും ജോലിക്കും കുടിയേറ്റത്തിനുമായി എത്തുന്നത്. അതുപോലെ കാനഡ ലക്ഷ്യമിടുന്ന നിരവധി ആളുകളുമുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കാനഡയിൽ സർക്കാർ പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെത്തിയാൽ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം എന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. ഇനി കാനഡയിലേക്ക് പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളിലേക്കാണ്. കഴിഞ്ഞ ഒരു വർഷമായി കനേഡിയൻ സർക്കാർ വിദ്യാർത്ഥി തൊഴിൽ സംബന്ധിച്ച നിയമങ്ങൾ കർശനമാക്കുകയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാഡമിക് പ്രകടനത്തെക്കുറിച്ചുള്ള ആശങ്കകളും പ്രാദേശിക തൊഴിൽ വിപണിയിലെ സമ്മർദ്ദവും നിലനിൽക്കെയാണ് പുതിയ നീക്കം. പഠനാനുമതിയുടെ പ്രധാന ലക്ഷ്യം ജോലിയല്ല, വിദ്യാഭ്യാസമാണെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ആദ്യം തന്നെ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. പൊതുവെ കേട്ടിട്ടുള്ള ഒന്നായിരിക്കും കാനഡയിൽ പോയാൽ പഠനത്തോടൊപ്പം ജോലി ചെയ്യാം, വരുമാനം നേടാം, അതുവഴി ഫീസ് അടയ്ക്കാം എന്നൊക്കെ. നമ്മൾ കേട്ടിട്ടുള്ളത് ശരിയാണ്. എന്നാൽ വിദ്യാർത്ഥികൾ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. കാനഡയിൽ പഠിക്കുമ്പോൾ ജോലി നേടുന്നതിനായി വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ ഉത്തരവനുസരിച്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പ്രത്യേക വർക്ക് പെർമിറ്റ് ഇല്ലാതെ കാനഡയിൽ ജോലി ചെയ്യാൻ കഴിയും. എന്നാൽ അവർ ചില നിബന്ധനകൾ പാലിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കൂ. ജോലിക്ക് യോഗ്യത നേടുന്നതിനായി വിദ്യാർത്ഥികൾക്ക് സാധുവായ ഒരു പഠന പെർമിറ്റ് ഉണ്ടായിരിക്കണം. ഒരു നിയുക്ത പഠന സ്ഥാപനത്തിൽ മുഴുവൻ സമയവും പഠനത്തിന് ചേരണം. വിദ്യാർത്ഥികളുടെ കോഴ്സ് കുറഞ്ഞത് 6 മാസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു ബിരുദം, ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്നിവയിലേക്ക് എത്തുന്നതായിരിക്കണം. വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ അവരുടെ അക്കാഡമിക് പ്രോഗ്രാം കാനഡയിൽ ആരംഭിച്ചിരിക്കണം. വിദ്യാർത്ഥിക്ക് ജോലി ചെയ്യാൻ അനുവാദമുണ്ടെന്ന് പഠന പെർമിറ്റിൽ വ്യക്തമായി പരാമർശിക്കണം. ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ സോഷ്യൽ ഇൻഷുറൻസ് നമ്പറിന് അപേക്ഷിക്കണം. കാനഡയിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിവ് അക്കാഡമിക് സെക്ഷനുകളിൽ യോഗ്യത ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്ത് ആഴ്ചയിൽ 24 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ കഴിയും. ഇത് സ്റ്റുഡൻസിന് മുമ്പത്തെ 20 മണിക്കൂർ പരിധിയേക്കാൾ കൂടുതൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്നു. ഈ പുതുക്കിയ നിയമം ലക്ഷ്യമിടുന്നത് കാനഡയിലേക്ക് പ്രവേശിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ജീവിത ചെലവുകൾ വഹിക്കാൻ സഹായമാകും എന്നതാണ്. എന്നാൽ പഠനത്തിനായിരിക്കണം അവർ മുൻഗണന നൽകേണ്ടതെന്ന് സർക്കാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമ്മർ വെക്കേഷൻസ്, വിന്റർ ഹോളിഡേയ്സ്, റീഡിംഗ് വീക്സ് പോലുള്ള ഷെഡ്യൂൾ ചെയ്ത അക്കാഡമിക് ഇടവേളകളിൽ വിദ്യാർത്ഥികൾക്ക് പരിധിയില്ലാതെ ജോലി ചെയ്യാൻ അനുവാദമുണ്ട്. അതുപോലെ ക്യാമ്പസിലും ജോലി ചെയ്യാൻ അവസരമുണ്ട്. അവർക്ക് ആഴ്ചയിൽ 1 മണിക്കൂർ ജോലി ചെയ്യാം. ക്യാമ്പസ് ജോലികൾ പൊതുവെ കൂടുതലും അക്കാഡമിക് ഷെഡ്യൂളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അനിയന്ത്രിതമായ ജോലി സമയം ചില വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസത്തെക്കാൾ ജോലിക്ക് മുൻഗണന നൽകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കനേഡിയൻ സർക്കാർ കണ്ടെത്തിയാൽ അത് നിങ്ങളെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് നിയമങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. കനേഡിയൻ സർക്കാർ പറയുന്ന ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് പരിശോധനകൾ നടത്തും. പരിശോധനയിൽ നിങ്ങൾ നിയമം ലംഘിച്ചു എന്ന് കണ്ടെത്തിയാൽ നിങ്ങളെ നാട് കടത്തും, അല്ലെങ്കിൽ വലിയ തുക പിഴയായി നൽകേണ്ടി വരും. 2026 നിയമപ്രകാരം സ്റ്റുഡൻസിന് പഠനത്തിൽ കൃത്യമായ പുരോഗതി കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇമിഗ്രേഷൻ വകുപ്പിന് കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. പഠനകാലയളവിൽ ആഴ്ചയിൽ ജോലി ചെയ്യാവുന്ന സമയപരിധിയിൽ വരുത്തിയിട്ടുള്ള പുതിയ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മറികടക്കുന്നത് സ്റ്റുഡൻസ് വിസ റദ്ദാക്കാൻ കാരണമാകും. ജീവിത ചെലവ് ഉയരുന്ന സാഹചര്യത്തിൽ കാനഡയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ കൈവശം വെക്കേണ്ട കുറഞ്ഞ നിക്ഷേപ തുകയിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്തായാലും നിബന്ധനകളെല്ലാം കൃത്യമായി ശ്രദ്ധിക്കുക.